സാത്താന്റെ ശക്തിയെ ജയിക്കും ഞാൻ, വചനത്തിന്റെ ശക്തിയായ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിന്റെ ശക്തിയായ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തിയെ ജയിക്കും ഞാൻ, വചനത്തിന്റെ ശക്തിയായ ജയിക്കും ഞാൻ. ശക്തി നിറച്ചെത്തി ജയാളിയായി നടത്തുന്നു. ബുദ്ധിശക്തി നിറച്ചെത്തി ജയാളിയായി കൈകളുയർത്തി. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായൊന്നുമില്ല നിത്യശക്തനാകുന്നവൻ മുഖാന്തരം. അസാധ്യമായൊന്നുമില്ല നിത്യശക്തനാകുന്നവൻ മുഖാന്തരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകളെ പരിശുദ്ധ കുർബാനയിലെ ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിലേക്ക് ഈ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന നമ്മളെ ക്ഷണിച്ചതിന് മനസ്സുകൊണ്ട് കർത്താവിനോട് നന്ദി പറയാം. കൃപാസന ഒരു ദൈവവിളിയാണ്. നമ്മുടെ എല്ലാ ദിവസവും അനേകം മക്കള് കർത്താവിൻ്റെ സ്പർശനം അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിതത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് നിന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. അങ്ങനൊരു വിളി കേട്ടത് കൊണ്ടാണ് ഇത് ദൈവവിളിയാണെന്ന് പറയാൻ കാരണം. പ്രാർത്ഥിക്കാൻ. കർത്താവേ, എൻ്റെ വേദനയുടെ കാലത്ത് നിന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് എന്നെ സാന്ത്വനപ്പെടുത്തുന്ന നിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു പുതിയ കാലം എനിക്ക് അവകാശമാക്കിയതിന് ഓഹരിയാക്കിയതിന് എന്റെ അവകാശം ഓഹരിയുമായ എന്റെ കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, എല്ലാ ജനങ്ങളോടും കൂടി ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയാൽ അങ്ങയെ വാഴ്ത്തുന്നു, ദൈവസ്നേഹത്താൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളമായി ദൈവസാന്നിധ്യത്തിന്റെ സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷികളായി സന്തോഷത്തിന്റെ സുവിശേഷ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനും കൂടെ ചേർത്തതിനും നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധനെ, ബലവാനെ, പരിശുദ്ധനെ, പരശതം കെരൂബുകളാൽ ഏതു നിമിഷവും പെരുവെള്ളത്തിന്റെ ഇരച്ച് പോലെ സ്തുതിക്കപ്പെടുന്നവനെ, സ്തുതിക്ക് യോഗ്യനെ അങ്ങയെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, രൂപങ്ങളോട് ചേർന്ന് ആരാധിക്കുന്നു. ആരാധന
എല്ലാവരും ഇരിക്കുക. ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മിനി മജേഷ്. ഞാൻ പാലാ രൂപതയിലെ പൈങ്കുളം ഇടയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 22/1/2023 എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു ജോലിയായിരുന്നു. എനിക്ക് ജോലി എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഒരു CBSE സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടാണ് എനിക്ക് ജോലി തന്ന് മാതാവ് എന്നെ സഹായിച്ചത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം കാരണം എൻ്റെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുകയും സാമ്പത്തികമായി തകരുകയും എല്ലാം കൊണ്ടും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്ത് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാനും എൻ്റെ മമ്മിയും എല്ലാവരും കൂടെ ഇവിടെ വന്നു. കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ചു, പുറത്തിറങ്ങിപ്പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഭർത്താവിനോട് പറഞ്ഞു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഉടമ്പടി എടുക്കാം. കറക്റ്റ് സമയത്ത് പോകാൻ സമയമാകും പറയും ഞാൻ എടുക്കത്തില്ല, പള്ളി വരാം. വന്നു, മാതാവ് പ്രാർത്ഥിച്ചു, തിരിച്ചറിയപ്പം ഇത് 2-3 പ്രാവശ്യം സംഭവിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഭർത്താവിൻ്റെ കുടി നിൽക്കുകയും അപ്പം ഞാൻ അടുത്ത് പ്രാർത്ഥന മാതാവ് കേട്ടു. അതുകൊണ്ട് ഒന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞ് ഞാൻ സാക്ഷ്യം പത്രത്തിൽ ഒപ്പിടിപ്പിച്ച് സാക്ഷ്യം പറയാൻ സ്റ്റേജിൽ കയറാൻ നേരത്ത് ഭർത്താവിനോട് പറഞ്ഞു കൂടെ വരണം, ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ഭർത്താവ് ഞാൻ മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വണ്ടിയിലേക്ക് പോയിരിക്കുകയും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാതെ വരികയും ചെയ്തു. അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളും ദുരന്തങ്ങളുമാണ് വീട്ടിൽ സംഭവിച്ചത്. ഭർത്താവ് ടൈൽസ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഭർത്താവിന് വന്ന പണികളെല്ലാം പോവുകയും എഴുതി കൊടുക്കുകയും അളന്നു കൊടുക്കുകയും ചെയ്യും. പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ ഇരിക്കും. അങ്ങനെ 9 മാസത്തോളം ഞങ്ങൾ അനുഭവിക്കാത്തതൊന്നുമില്ല. അതുപോലെ സങ്കടമായ അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ മാതാവ് ഉള്ളം കയ്യിലെന്ന പോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു രക്ഷിച്ചു. ഭർത്താവിൻ്റെ 27 വർഷമായിട്ടുള്ള കൂടിയാണ് ഇത്. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു മാസം 40,000-45,000 രൂപ തന്നെ ഞങ്ങൾ ലോണായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. പക്ഷേ അതെല്ലാം കറക്റ്റായിട്ട് നീങ്ങിപ്പോവുകയും വീട്ടിലെ കാര്യങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഭർത്താവിന് പണിയില്ല. വർക്കുകളൊക്കെ വരുന്നുണ്ട്, എഴുതി കൊടുക്കുന്നു, തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. ഇങ്ങനെ 9 മാസത്തോളം ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. ആ സമയത്താണ് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുന്ന വചനമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടല്ല, ചേട്ടായി ഉടമ്പടി എടുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. പറഞ്ഞു ഉടമ്പടി എടുക്കാം. ഒരു ശനിയാഴ്ച വൈകുന്നേരം പറഞ്ഞു നമുക്ക് പോകാം, ഞായറാഴ്ച ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അതുവരെ എത്രയൊക്കെ വർക്കുകൾ വന്നോ ആ വർക്കുകളെല്ലാം നമുക്ക് നഷ്ടപ്പെടുകയും വീട്ടിൽ വന്നു. അതുപോലെ ഭർത്താവാണെങ്കിലും മാനസികമായിട്ട് ആകെ മൊത്തം വിഷമിച്ചു. എന്നാ ചെയ്യും, ഇതിന് കരകയറാൻ രക്ഷയില്ലല്ലോ. പക്ഷേ ഞായറാഴ്ച വന്ന് രാവിലെ ഞാനും ഭർത്താവും കൂടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ആദ്യത്തെ വർക്ക് തന്ന് ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അടുത്ത വർക്ക് വന്നു. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ 27 വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരുന്ന മദ്യപാനം എന്ന ആസക്തി ഇന്ന് ചേട്ടായി രക്ഷപ്പെട്ടു. ഇന്നേ വരെ ചേട്ടായി മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ കുടുംബ പ്രാർത്ഥനയില്ലായിരുന്നു. അതുപോലെ തന്നെ കുമ്പസാരിക്കുകയോ കുർബാന കൂടുകയോ ചെയ്യാൻ പോയില്ല. ഒരു ഈസ്റ്റർ വന്നാലും ക്രിസ്മസ് വന്നാലും അന്നത്തെ ദിവസം മദ്യപാനമാണ്. പക്ഷേ പള്ളി പോകത്തില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്ത അന്ന് മുതൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുകയും 1 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കുകയും എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടുകയും പോകും ചേട്ടായി. വർക്കിനും ഒരു പെൻഡിങ്ങും വന്നിട്ടില്ല.
രണ്ടാമതായി എനിക്ക് ഒരു അപകടം ആണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സ്കൂളിൽ 8 മണിക്ക് കയറേണ്ടത് കൊണ്ട് അന്നിച്ച് താമസിച്ചാണ് ഞാൻ പോയത്. ഞാൻ സ്കൂട്ടി ഓടിച്ച് ഒരു വളവിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു വണ്ടി ഒരാളെ പഠിപ്പിക്കുമായിരുന്നു ഓടിപ്പിക്കാനായിട്ട്. പക്ഷേ ആ വളവിൻ്റെ കറക്റ്റ് വന്നപ്പോഴത്തേക്കും വണ്ടി നിന്നുപോയി. ഞാൻ ഓർത്തു അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഞാൻ വണ്ടി അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്തങ്ങ് കയറിപ്പോകുകയും നേരെ ട്രാൻസ്പോർട്ടിൻ്റെ മുമ്പിലേക്കായിരുന്നു. പക്ഷേ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അവിടെ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് എനിക്കറിയത്തില്ലാത്തത്. എൻ്റെ കുടുംബം മുഴുവൻ ഞാൻ ആ നിമിഷം ഞാൻ ഓർത്തു. കാരണം KSRTCയിലെ ഡ്രൈവർ കൈ തലവെച്ച് പോയി. കാരണം നേരെ നേർക്കാണ്, അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ ഇടയില്ല. പക്ഷേ എൻ്റെ മാതാവേ എന്നൊരു വിളിച്ചാൽ ഞാൻ വിളിച്ചിട്ടുള്ളൂ. ആ സൈഡ് ചേർന്ന് KSRTCയുടെ സൈഡ് ചേർന്ന് എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് തട്ടി മാറി എൻ്റെ കൈ ആരാണോ തിരിച്ചു തന്നിരിക്കുന്നത് അപ്പം ഞാൻ വിശ്വസിച്ചു എൻ്റെ മാതാവാണെന്ന്. എന്നെ രക്ഷപ്പെടുത്തി മാതാവ്. അങ്ങനെ പല അപകടങ്ങളിൽ നിന്നും മാതാവ് എന്നെ രക്ഷിച്ചു. മൂന്നാമത്തെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത പെങ്ങളുമായിട്ട് ഇച്ചിരി വിഷയം ഉണ്ടായിരുന്നു. 1.5 വർഷമായിട്ട് ഞങ്ങൾ ഒരിക്കലും അത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഈ പ്രശ്നങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയും തെറ്റിദ്ധാരണയുടെ പേരിൽ ഭയങ്കര പ്രശ്നം എൻ്റെ മമ്മിയായിട്ടും ഹസ്ബൻഡായിട്ടും എല്ലാവരുമായിട്ടും ഭയങ്കര പ്രശ്നങ്ങളും അവർ മാറിയിരിക്കുകയും നമ്മൾ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് സാധിച്ചു തരണം. കാരണം ഇത് മാതാവല്ല, മാതാവ് ഈശോയോ അല്ലാതെ എനിക്ക് സാധിച്ചു തരാൻ വേറെ ആരുമില്ല. പക്ഷേ ഈ ഓണത്തിന് മുമ്പ് അവർ വന്നെല്ലാം പ്രശ്നങ്ങൾ തീർക്കുകയും എനിക്കത് സാധിച്ചു കിട്ടുകയും അവരുമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷകരമായി പോകുന്നു. അതിന് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുടുംബത്തിൽ സമാധാനമെന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അതിപ്പോൾ എൻ്റെ കുടുംബത്തിൽ തിരിച്ചു വന്നു. എങ്ങനെയൊക്കെ പൈസ അടയ്ക്കാൻ വന്നാലും കടങ്ങളുണ്ട്. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് മാതാവ് എനിക്കത് ആ കറക്റ്റ് സമയത്ത് തലേദിവസം വരെ, പക്ഷേ ടെൻഷൻ ഇല്ല, പൈസ തരും എന്നെനിക്കറിയാം. പക്ഷേ ആ സമയത്ത് കറക്റ്റ് സമയത്ത് പൈസ അടയ്ക്കാനുള്ള വഴി മാതാവ് എനിക്ക് ഒപ്പിച്ചു തരും. പിന്നെ പറയാനുള്ള സാക്ഷ്യമെന്ന് പറയുന്നത്, എനിക്കൊരു അസിഡിറ്റിയുടെയും എന്ത് കഴിച്ചാലും ഈ എരിവും പുളിയും ഒന്നും കഴിക്കത്തില്ല. പക്ഷേ ഞാനതെല്ലാം കഴിക്കുകയും ചെയ്യും. എനിക്ക് ഭയങ്കര വേദനയായിട്ട് 3 വർഷമായിട്ട് ഞാനൊരു പൈകലൊരു ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് മരുന്ന് കഴിച്ച് അവസാനം പാലായിലെ കാർമൽ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മാറി. ഇതെന്താണെന്ന് അന്വേഷിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഹസ്ബൻഡും കൂടെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 35-നും 45-നും വയസ്സ് പ്രായമുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് വേദന വരുവാണെങ്കിൽ ഒന്ന് യൂട്രസ് എടുത്തു മാറ്റണം, അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് കംപ്ലൈൻറ്റ്, അല്ല മുഴയുണ്ടാവും, ഇതെന്നാളും ഉറപ്പാണ്. എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ടെസ്റ്റും ചെയ്യാണ്ട് കൊടുത്തു. പക്ഷേ എനിക്ക് പേടിയായി. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മറികടക്കാനോ ചികിത്സിക്കാനുള്ള സാമ്പത്തികമൊന്നും എൻ്റെ കുടുംബത്തില്ല. കാരണം ഞാൻ മാതാവിനോട് ഒന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് എന്തെങ്കിലും അസുഖമാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മാതാവേ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമുണ്ട്, അപ്പനും അമ്മയും അമ്മയുടെ അമ്മയും എല്ലാവരും ഉണ്ട്, എനിക്ക് ഒന്നും വരത്തില്ല എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ഈ റിസൾട്ടുമായിട്ട് ഹോസ്പിറ്റലിന് മുമ്പ് ഇരിക്കുമ്പം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്, നീ എന്തിനാണ് പേടിക്കുന്നത്, നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ? എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും വരുത്തത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് അവിടെ ഇരിക്കുന്ന നിമിഷം വരെ ഞാൻ വിറച്ചുകൊണ്ടാണ് ഇരുന്നത്. കാരണം എന്തേലും ഉണ്ടെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. കാരണം ഇവിടെ വന്ന ഓരോ പേഷ്യൻറ്റിനും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്, പക്ഷേ നിങ്ങൾക്കൊരു ഷുഗർ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കില്ല. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഒരു കുഴപ്പമില്ലാതെ രക്ഷിച്ചിരിക്കുന്നു. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത് എന്ന് എന്നോട് പറഞ്ഞു. എനിക്കത് ഇപ്പോഴും കാരണം എൻ്റെ മാതാവ് ചോദിച്ച കാര്യങ്ങളെല്ലാം ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഓരോ ദിവസവും എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ മാതാവ് എൻ്റെ അടുത്ത് എന്നെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം 1000 നന്ദി പറയുന്നു. പിന്നെ ഏത് ഇതുകൊണ്ടിലും മാതാവ് ഈശോയുമാണ്. കാരണം ഞാൻ എപ്പോഴും യാത്ര ചെയ്താലും എപ്പോഴും ഞാൻ എനിക്ക്
ഈ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുകയും ചെയ്യുന്നത്. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് ഞാൻ മാതാവിനെ കുറിച്ച് എല്ലാവരും പറയുക എന്നുള്ളതാണ്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത്. അവർക്ക് കുറേ പേരോട് ഈ അവധിക്ക് വരാണ്ടിരിക്കുന്നു, അവരോട് പറഞ്ഞ് അവർക്ക് സാക്ഷ്യങ്ങൾ കൊടുക്കുന്നു. അവർക്ക് ഞാൻ ഒരു മാസം എല്ലാ മാസം ഇവിടെ ഒന്ന് പത്രം മേടിക്കും. അവർ ചോദിക്കും ഇന്ന് ഈ പ്രാവശ്യം പോയില്ലേ, കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ ഞാനിവിടെ പത്രം അവർ അതിനു വേണ്ടി നോക്കിയിരിക്കും. അതിപ്പോൾ ഓരോ പത്രം കൊടുക്കുമ്പോഴും ഞാൻ എൻ്റെ സാക്ഷ്യം പറയും. കാരണം എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തന്നത്. കാരണം അതുപോലെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എന്നോട് ആര് സഹായം ചോദിച്ചാൽ എന്നെ കൊണ്ട് പറയുന്നത് എനിക്ക് വലിയ പൈസയൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഒരു കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ എന്നോട് പൈസ ചോദിച്ചാലും 50ആയിട്ടും 100ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുകയും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈശോനാഥനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജെറി. ഞങ്ങൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടുള്ളത് ദുബായിലാണ്. ഞങ്ങളുടെ മകനെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നൽകിയ സൗഖ്യത്തിന് നന്ദി പറയാനാണ്. മകൻ പ്രീമെച്ചുറായിട്ട് ജനിച്ച മകനായിരുന്നു. 8ാം മാസത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ജനിച്ചു. 1.5 കിലോ ആയിരുന്നു അവൻ്റെ വെയിറ്റ്. അത് കഴിഞ്ഞിട്ട് അവനെ 1 മാസത്തോളം ICUവിലായിരുന്നു. എന്നെ ICUവിൽ കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ചാൻസ് ഉണ്ണീനെ കിട്ടാനായിട്ട് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അവനില്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല. എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും അവനുണ്ടായിരുന്നു. എസ്പെഷ്യലി അവന് ഫിക്സ് വരുന്ന അസുഖം വളരെ കൂടുതലായിരുന്നു. ICUവിൽ വെച്ചിട്ട് തന്നെ അവന് 3-4 തവണ ഫിക്സ് വന്നിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ അവൻ്റെ ബ്രെയിനിൽ ലെഫ്റ്റ് സൈഡിൽ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡാമേജിൽ നിന്നാണ് ഈ അസുഖം വരുന്നതെന്ന് പറഞ്ഞു. 1 മാസത്തിന് ശേഷം അവനെ ഞങ്ങളുടെ കൈകളിലേക്ക് ഡോക്ടേഴ്സ് തന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞത് ക്രമേണ അവൻ വലുതാവുന്നതനുസരിച്ചിട്ട് ഈ ഫിക്സിൻ്റെ അസുഖം മാറിപ്പോകും എന്നായിരുന്നു. പക്ഷേ അത് നേരെ തിരിച്ചായിരുന്നു. 5 വയസ്സ് മുതൽ 5 വയസ്സ് വരെ അവനെ വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. പക്ഷെ ക്രമേണ 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ദിവസേന 4-5 തവണ ഫിക്സ് വരുന്ന രീതിയിലേക്ക് ആ അസുഖം വളർന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഒരു ഡോക്ടറിൽ നിന്ന് മറ്റു ഡോക്ടറിലേക്ക് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്രകൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് മകനെ കൊണ്ടുപോയി. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത് രാവിലെ 6 ഗുളികയും വൈകിട്ട് 6 ഗുളികയും 12 ഗുളികയാണ് ദിവസം അവൻ കഴിക്കാനായിട്ട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ എല്ലാ വർഷവും ലീവിന് വരുമ്പോഴും ആകെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറിൽ നിന്ന് മറ്റു ഡോക്ടറിലേക്ക് പോകുക, അത് മാത്രമായിരുന്നു ഞങ്ങൾക്കുള്ള യാത്ര. അങ്ങനെയായിരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 2023 ഇവിടെ വന്ന് മകനു വേണ്ടി ഭാര്യ നിജിത ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ അച്ഛനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷ ചെയ്തു. ഉടമ്പടി തൈലം അതുപോലെ തന്നെ ഉപ്പ് ഇതെല്ലാം കൊണ്ടുപോയി ഞങ്ങൾ ദിവസേന അവന് സ്കൂളിലേക്ക് രാവിലെ പോകുമ്പോൾ അവന് ഉടമ്പടി തൈലം കൈകളിലും കാലുകളിലും നെറ്റിയിലൊക്കെ അവന് പുരട്ടി കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് സ്കൂളിലേക്ക് വിടിരുന്നത്. സ്കൂളിൽ നിന്നുള്ളൊരു കോൾ എൻ്റെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അസുഖം വന്നു, അവൻ വീണു എന്നുള്ള പറഞ്ഞിട്ടുള്ളതായിരിക്കും മിക്കപ്പോഴും ടീച്ചേഴ്സ് വിളിക്കുക. ഒരു ദിവസം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവൻ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. ഗ്രൗണ്ടിൻ്റെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഏറ്റവും മുകളിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ആ അസംബ്ലി നിൽക്കുന്ന സമയത്ത് അവന് ഫിക്സ് വന്നു. ഏറ്റവും മുകളിൽ നിന്ന് അവൻ താഴേക്കാണ് ഫിക്സ് വന്ന് വീണത്. ഈ അവിടെ ഉണ്ടായിരുന്ന അന്യമതസ്ഥപ്പെട്ട ടീച്ചേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞത് ഈ കുട്ടിക്ക് എന്തോ വലിയൊരു സംരക്ഷണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 നിലയുള്ള ഹൈറ്റിലുള്ള മുകളിൽ നിന്നാണ് മകൻ താഴെ വീണത്. എന്നിട്ട് അവനൊരു പോർല പോലും ഏൽക്കാണ്ട് പരിശുദ്ധ അമ്മയുടെ നീല കാപ്പയിൽ പൊതിഞ്ഞ് അവനെ സംരക്ഷിച്ചു. അപ്പോൾ തന്നെ ഡോക്ടേഴ്സിനെ അവനെ കാണിച്ചു. അവന് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സാധാരണ മരുന്ന് കഴിക്കുന്ന പോലെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തുടർന്ന് ഞങ്ങൾ വീണ്ടും അടുത്ത ലീവിന് വന്നപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും വീണ്ടും അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ നടത്തി ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്കൊരു തുടർന്ന് ഡോക്ടേഴ്സ് ഞങ്ങളോട് സജസ്റ്റ് ചെയ്തത് ഒരു ഓപ്പൺ ബ്രെയിൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ മകന് ഡെയിലി വരുന്ന 5-6 തവണ വരുന്ന ഫിക്സിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതും പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. ആ 5-6 തവണ ഒരു കുട്ടിക്ക് വരുന്ന ഫിക്സിനെ നമുക്ക് 1-2 മാക്സിമം 3 എത്തിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ വന്ന് അച്ഛൻ്റെ കൈ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊച്ചിയിലെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മകനെ ഓപ്പൺ ബ്രെയിൻ സർജറി, നമ്മൾ ഹാർട്ട് സർജറി ചെയ്യുന്ന പോലെ ഓപ്പൺ ബ്രെയിൻ സർജറി ആയിരുന്നു മകന് വേണ്ടി ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത്. ഞങ്ങൾ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സർജറിക്ക് മകനെ ഞങ്ങൾ ഒരുക്കി. സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് ജനുവരി 3-നായിരുന്നു സർജറി കഴിഞ്ഞത്. ജനുവരി 3 തൊട്ട് ഈ നിമിഷം വരെ പിന്നീട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവന് ഫിക്സ് എന്നുള്ള അസുഖം വന്നിട്ടില്ല. കാരണം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ തന്നെയാണ്. മെഡിക്കൽ സയൻസ് പോലും ഇപ്പോഴും ഞങ്ങളുടെ മകൻ്റെ മുമ്പിലും അതിശയിച്ചിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെ ഇത് സാധിക്കുന്നു? കാരണം ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ അസുഖം വരുന്നത് നമുക്ക് കുറയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായി മാറിപ്പോകുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലും അവന് നൽകിയ പ്രാർത്ഥനകളുടെ ആ സഹായത്താലും അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് പൂർണ്ണമായും ആ അസുഖം ഇപ്പോൾ എൻ്റെ മകനിൽ നിന്ന് എടുത്തു മാറ്റി. ഈ സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ ഇപ്പോൾ ദുബായിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സാക്ഷ്യത്തിന് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന കൃപാസന മാതാവിനും അതുപോലെ ഈശോ തമ്പുരാനും ഒരുപാട് കോടാനുകോടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും രാവിലെ 5:30 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്, രാവിലെയും വൈകിട്ടും. പിന്നെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റത്ത് 3 കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. നെറ്റത്തും കയ്യിലൊക്കെ മോൻ്റെ രാവിലെയും വൈകിട്ടും വൈകുന്നേരം ഞങ്ങളത് ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് അനാഥാലയത്തിൽ കാശ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ 2 കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സ്പോൺസറും ചെയ്ത് 2 കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൃപാസന പത്രം ഞങ്ങൾ ദുബായിലാണ് കൊടുക്കാറ്. സെൻറ്റ് മേരീസ് ചർച്ചിൽ അവിടെ വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കൃപാസന പത്രം വിതരണം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതാണ് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യാറുള്ളത്.